മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ സഭയെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം പെർഗമോസ് സഭയുടെ ചില കാര്യങ്ങളാണ് പറഞ്ഞത്. അവരെക്കുറിച്ച് ദൈവം പറഞ്ഞ കാര്യം, അവരെക്കുറിച്ച് അപ്രിഷ്യേറ്റ് ചെയ്ത് പറഞ്ഞ കാര്യം, എന്നാൽ നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു, രണ്ടാമത് നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല എന്നുള്ള കാര്യം. അവരെക്കുറിച്ച് പറഞ്ഞ രണ്ട് കുറവുകൾ, ഒന്ന് ബിലയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ നിനക്കുണ്ട് എന്നുള്ള അതിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ബിലയാമിൻ്റെ ഉപദേശത്തെക്കുറിച്ച് സംസാരിച്ചു. ബിലയാം എന്നതിന് ജനങ്ങളുടെ ദൈവം എന്നാണ് അർത്ഥം. ബിലയാം എന്ന വാക്കിൻ്റെ അർത്ഥം. ബാലാക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം ശൂന്യമാക്കുന്നവൻ എന്നാണ്. പഴയ നിയമത്തിൽ എല്ലാത്തിനും ഓരോ പേരുകൾക്ക് അർത്ഥമുണ്ടല്ലോ. നമ്മളാണ് എപ്പോഴും പേരൊക്കെ ഇടുമ്പോൾ അതിൻ്റെ അർത്ഥത്തെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല എന്നുള്ള. എന്നാൽ എല്ലാത്തിനും ഓരോ അർത്ഥമുണ്ട്. ഇനിയും താഴോട്ട് നമ്മൾ പേരിൻ്റെ അർത്ഥത്തെക്കുറിച്ചൊക്കെ ഇന്ന് ചിന്തിക്കാം. അപ്പോഴെന്താണ് ഈ ബിലയാമിൻ്റെ കുഴപ്പം എന്ന് പറഞ്ഞാൽ, ബിലയാം ദൈവത്തിൻ്റെ ഉപദേശം കൊടുക്കുന്നതിനായിട്ട് ബിലയാം ദൈവം അവനോട് പറഞ്ഞ കാര്യങ്ങൾ അതിന് മാറ്റി പറയത്തില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അവൻ ചെയ്തു. 3 പ്രാവശ്യവും യാഗത്തിന് പോയി ദൈവസന്നിധിയിൽ നിന്നു. അവൻ ദൈവത്തിൻ്റെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം പറഞ്ഞ് ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ചു. എന്നാൽ അവന് പണത്തോട് താല്പര്യം ഉണ്ടായിരുന്നത് കൊണ്ട് ഇൻഫ്ലുവൻസ് ചെയ്ത് ബാലാക്കിനോട് പറഞ്ഞ് ചില കാര്യങ്ങൾ അവനെ ചെയ്തിട്ട് അവിടെ വലിയൊരു ദുരന്തം ഉണ്ടായതായിട്ട് നമ്മൾ കാണുന്നു. നമ്മളെ തുടർന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കാം. മോവാബി സ്ത്രീകൾ വശീകരണ സ്വഭാവമുള്ളവരാണ്. ഈ ബാൽ പെയോർ എന്ന് പറഞ്ഞൊരു വാക്ക് ബൈബിളിൽ കൂടുതലാണ്. ഫീസ്റ്റ് ഓഫ് പെയോർ എന്നാണ് അതിൻ്റെ മീനിങ്. ബാൽ പെയോർ മലയിൽ ആരാധിക്കപ്പെടുന്ന മോവാബിയുടെ ദേവനാണ് കേമോഷ് എന്ന് പറഞ്ഞ ബാൽ. മലയിൽ ആരാധിക്കുന്നത്. അവിടുത്തെ ആരാധന ഒരു പ്രത്യേക സ്റ്റൈലുള്ള ആരാധനയാണ്. പിയോർ എന്നതിന് ഒരർത്ഥം സ്ത്രീകളുടെ ലൈംഗിക അവയവത്തിനാണ് പിയോർ എന്ന് പറയുന്നത്. അത് എന്താണ് അവർ ചെയ്യുന്നത്? കന്യകളായി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയായി മെച്ചുറായി എന്ന് ഉറച്ചു കഴിയുമ്പോൾ അവർ നേരെ അമ്പലത്തിൽ കേമോഷിൻ്റെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ഉള്ള പുരോഹിതന്മാരും അവിടെ പുരുഷ വേശ്യകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യുന്നവർ ദേവപ്രീതിക്കെന്ന് പറഞ്ഞ് ഈ കന്യകമാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. അങ്ങനെ ഇതുപോലെ സുന്ദരികളെ ദേവന് സമർപ്പിക്കപ്പെട്ട് അവിടെ വീഞ്ഞും നിവേദിക്കപ്പെട്ട മാംസവും എല്ലാം ചേർന്ന് കഴിച്ച് ഇങ്ങനെ ജീവിക്കുന്ന ഒരു കൂട്ടം. നോക്കണം എന്ത് മ്ലേച്ഛമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നതെന്ന്. ഇവരാണ് പിന്നീട് ഇസ്രായേൽ പുരുഷന്മാരെ വശീകരിച്ചത്. സംഖ്യാപുസ്തകത്തിനകത്ത് 25-ാം അധ്യായത്തിലൊക്കെ ഇത് ക്ലിയറായിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. മൃഗബലി, മാംസഭക്ഷണം, അതുപോലെ ഈ വീഞ്ഞുകുടി, അതിനുശേഷം കാമോത്സവകരമായിട്ടുള്ള നൃത്തം, ഇതെല്ലാം ഇതിനോടനുബന്ധിച്ചുള്ള ചടങ്ങുകളാണ്. അതിന് ബിലയാമിൻ്റെ തന്ത്രപരമായ ഉപദേശം കേട്ട് ബാലാക്ക് രാജാവ് ഇതിനാൽ നിയോഗിച്ചവരാൽ സംഭവിച്ച അന്നേരം അവരെ ഇങ്ങനെ വശീകരിച്ച് ഈ ഇസ്രായേൽ മക്കളെല്ലാം അങ്ങോട്ട് പോയി. ഏതാ? ബാൽ പെയോരിനോട് ചേർന്നു. അതിന് അങ്ങനെ ചേർന്ന് അവരെ ദൈവം ബാധയിൽ ഉണ്ടായി 24,000 പേര് മരിക്കാനായിട്ട് ഇടവന്നു എന്ന് നമ്മൾ കാണും. ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, സംഖ്യാപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അവർ യുദ്ധത്തിൻ്റെയും ലൈംഗികതയുടെയും ദേവതയായി കരുതി മെസപ്പൊട്ടോമിയർ ആരാധിച്ചിരുന്ന ദേവതയായ അസ്തരോത്ത് ബാലിൻ്റെ ഭാര്യയായി കരുതിയിരുന്നു. ആകാശത്തിലെ നക്ഷത്രരാജ്ഞി എന്ന് വിളിച്ചിരുന്നു. ഞാൻ കുറച്ച് വാക്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വായിക്കാം. എന്താണ് ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഇത് മനസ്സിലാക്കണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഇതൊക്കെ നടക്കുന്നതാണ്. ചില വാക്യങ്ങൾ ഇതുമായിട്ട് ചേർന്ന് വായിച്ച് കേൾപ്പിക്കാം. ഇരമ്യാ പ്രവചനത്തിൻ്റെ 7:18 എനിക്ക് കോപം വരത്തക്കവണ്ണം അവർ ആകാശരാജ്ഞിക്ക് അപ്പം ചുടേണ്ടതിന്, അന്യദേവന്മാർക്ക് പാനീയബലി പകരേണ്ടതിന് മക്കൾ വിറക് വിറക്കുകയും അപ്പന്മാർ തീ കത്തിക്കുകയും സ്ത്രീകൾ മാവ് കുഴയ്ക്കുകയും ചെയ്യുന്നു. യഹൂദ പട്ടണത്തിലും യെരുശലേം പട്ടണത്തിലും വീതികളിൽ. അപ്പോൾ ഇത്
ഈ ആകാശരാജ്ഞി എന്ന് പറയുന്ന ആള് അസ്തരോത്ത് ബാലിൻ്റെ ഭാര്യയായി മെസപ്പൊട്ടോമിയർ ആരാധിച്ചിരുന്ന ലൈംഗികതയുടെ ദേവതയായിരുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അവരെ ഇവിടെ സെമാറിമിസ്, വീനസ്, ഡയാന, മെഡോണ, ആർത്തമിസ് എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. ദൈവം ഇവയെല്ലാം വെറുക്കുന്നു എന്നുള്ള ഒരു സംഭവം, അന്നൊരു കാര്യം ബൈബിളിലെ പല ഭാഗങ്ങളിലായിട്ട് എഴുതിയിട്ടുണ്ട്. ആവർത്തന പുസ്തകം 4:3 ബാൽ പെയോരിൻ്റെ സംഗതിയിൽ യഹോവ ചെയ്തതിൻ്റെ കണ്ണാല കണ്ടിരിക്കുന്നു. ബാൽ പെയോരിനോട് പിന്തുടരുന്നവരൊക്കെയും നിന്റെ ദൈവമായ യഹോവ നിങ്ങളുടെ ഇടയിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞല്ലോ. അത് നേരത്തെ നടന്നതിൻ്റെ റെപ്പറ്റേഷനായിട്ട് ജനത്തിന് അവയർനെസ് കൊടുക്കാൻ, അറിയിപ്പ് കൊടുക്കാനായിട്ട് വീണ്ടും പറയുന്നതാണ്. യോശുവ 22:17 ഇതേ കാര്യം പറയുന്നുണ്ട്. പെയോർ സംബന്ധിച്ചുള്ള അകൃത്യം നമുക്ക് പോരായോ? അത് നിമിത്തം യഹോവയുടെ സഭയ്ക്ക് ബാധയുണ്ടായിട്ടും നാം ഇന്ന് വരെ നീക്കി നമ്മെ തന്നെ ശുദ്ധീകരിച്ച് തീർന്നിട്ടില്ലല്ലോ. ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയുന്ന കാര്യമാണ്. സങ്കീർത്തനം 106:28 അനന്തരം അവർ ബാൽ പെയോരിനോട് ചേർന്നു പ്രേതങ്ങൾക്കുള്ള ബലികളെ തിന്നു. ഹോശയ പറഞ്ഞിരിക്കുന്നത് നല്ല സ്റ്റൈലിലാണത് പറയുന്നത്. ഹോശയ 9:10 മരുഭൂമിയിൽ മുന്തിരിപ്പഴം പോലെ ഞാൻ ഇസ്രായേലിനെ കണ്ടെത്തി, അത്തിവൃക്ഷത്തിൽ ആദ്യമുണ്ടായ തലക്കനി പോലെ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ കണ്ടു. ബാൽ പെയോരിലെത്തിയപ്പോൾ അവർ തങ്ങളെ തന്നെ ലജ്ജാബിംബത്തിന് ഏൽപ്പിച്ചു, അവരുടെ ഇഷ്ടദേവനെ പോലെ മ്ലേച്ഛതയുള്ളവരായി തീർന്നു. ഇസ്രായേൽ മക്കളുടെ കാര്യം എപ്പോഴും നമ്മൾ ഓർക്കേണ്ട കാര്യം, നേരത്തെ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞതാണ്. അവരെപ്പോഴും ഇങ്ങനെ ഇതിൻ്റെ ദൈവത്തിൽ നിന്ന് അകന്നു പോകാനായിട്ട് വലിയ താല്പര്യം കാണിക്കുന്ന ഒരു കൂട്ടരാണ്. വിഗ്രഹങ്ങളുടെ പുറകെ പോകാനായിട്ട് വലിയ താല്പര്യം കൊടുക്കുക. അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അവരെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇവിടെ അത് തന്നെ സംഭവിച്ചത്. അവരെന്താണ്, മ്ലേച്ഛതയുടെ പുറകെ പോയി. ഏറ്റവും വലിയ മ്ലേച്ഛത. ഈ മ്ലേച്ഛതകൾ ഇതിനകത്ത് ഇന്നിപ്പം പറഞ്ഞിരിക്കുന്ന ഈ മ്ലേച്ഛതകൾ ഇപ്പോഴും അതിലും അതിനേക്കാളും കൂടുതലായിട്ട് ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈ ബലയാം എന്ന് പറയുന്ന ആള് ഏശാവിൻ്റെ വംശത്തിൽപ്പെട്ടവനായിരുന്നു. ക്രൈസ്തവ സഭ രൂപം കൊണ്ടപ്പം തൊട്ടും ഇങ്ങോട്ടും ഇപ്പോഴും ഈ മ്ലേച്ഛതകളെല്ലാം ഉണ്ട് എന്ന് നമ്മൾ മറന്നുപോയിരുന്നു. അതുകൊണ്ട് ഈ മ്ലേച്ഛതകളുടെ മധ്യത്തിൽ നമ്മൾ കർത്താവിൽ വിശുദ്ധിയോടുകൂടി നമ്മളെ സൂക്ഷിക്കുന്ന ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് നമ്മളാണ് ചെയ്യേണ്ടത്. എന്നുവെച്ചാൽ നമ്മളുടെ വിളക്കിലുള്ള എണ്ണ എത്രയുണ്ട് ആ അളവനുസരിച്ചായിരിക്കും നമുക്ക് വെളിച്ചം ഉണ്ടാകുന്നത്. അത് എണ്ണ കുറഞ്ഞ് താഴോട്ട് പോയാൽ ആ വിളക്ക് കരിന്തിരിയായി കെട്ടുപോകും. അത് എണ്ണ കുറഞ്ഞു വരുമ്പോൾ ആത്മീയ ലോകത്തിൽ ഇന്ന് നിലവിളക്കുകൾ ഉണ്ടെങ്കിലും എണ്ണ കുറഞ്ഞു വന്ന് കെട്ടുപോകുന്ന അനുഭവങ്ങൾ ഇന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചെയ്ത കാര്യം, ബലയാമിൻ്റെ ഉപദേശം ഉള്ളവർ ഇന്ന് സഭയിലെ അനേകരുണ്ട് എന്ന് നമ്മൾ മറന്നുപോയത്. അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു വഞ്ചന, ബലയാമിൻ്റെ വഞ്ചനയാണത്. കാരണം പണം കാണുമ്പോൾ സാരമില്ല എന്ന് ചിന്തിക്കുന്ന, ദുർമാർഗത്തിനും വിഗ്രഹസേവയ്ക്കും ഒക്കെ തിരിയുന്ന, കർത്താവിൽ രക്ഷ പ്രാപിച്ചു, ഇനിയിപ്പം കുഴപ്പമൊന്നുമില്ല, എന്ത് കഴിച്ചാലും കുടിച്ചാലും ഒന്നും പ്രശ്നമില്ല, വ്യഭിചരിച്ചാലും മദ്യപിച്ചാലും കുഴപ്പമില്ല എന്നൊക്കെ പഠിപ്പിക്കുന്നവർ ഇന്ന് സഭയിലൊക്കെ ഒരുപാട് വന്നു കയറിയിട്ടുണ്ട്. അത് വലിയൊരു ധാർമ്മിക അധപ്പതനത്തിനും വിഗ്രഹാരാധനയും പ്രോത്സാഹിപ്പിക്കാനായിട്ടാണ് അത് ചെയ്യുന്നത്. അവിടെ നേർവഴി വിട്ട് പോകുന്നതിൻ്റെ അനീതിയുടെ കൂലിയും വഞ്ചനയും ഉപദേശവും ബിലയാമിൻ്റെ ട്രേഡ് മാർക്കുകളാണ്. നിക്കലോരുടെ ഉപദേശം ഇതുപോലെ തന്നെ. ഇനി ഞാൻ താഴെ എഴുതിയിട്ട് അവണ്ണം നിക്കലോരുടെ ഉപദേശം കൈക്കൊള്ളുന്നതിനും നിനക്കുണ്ട്. നിക്കലോയുടെ ഉപദേശത്തെക്കുറിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. അതും ഇതുപോലെ തന്നെയാണ്, ലോകവുമായിട്ട് ഇഴുകിച്ചേർന്ന് വഷളത്വത്തിലേക്ക് വീഴുക, കെണിയിലേക്ക് വീഴുക. കഴിഞ്ഞ എപ്പിസോഡിലെ നിക്കലോവ്യരുടെ ഉപദേശത്തെക്കുറിച്ച് ക്ലിയർ ആയിട്ട് പറഞ്ഞാണ്. അതുകൊണ്ട് നിങ്ങൾ അതും ശ്രദ്ധിക്കുക, നിക്കലോവ്യരുടെ ഉപദേശം ഉള്ളവരും നിനക്കുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? മാനസാന്തരപ്പെടുക, അല്ലാഞ്ഞാൽ വേഗത്തിൽ വന്ന് എൻ്റെ വായിലെ വാളുകൊണ്ട് പോരാടും എന്ന് പറഞ്ഞാൽ സഭയുടെ പ്രവർത്തനം തന്നെ ഇല്ലാതെയായി പോകാൻ സാധ്യതയുണ്ട്. ന്യായവിധി ദൈവഗ്രഹത്തിൽ തന്നെ തുടങ്ങിയാൽ എങ്ങനെ ഇരിക്കും എന്ന് 1 പത്രോസ് 4:17 പറയുന്നുണ്ട്. എൻ്റെ വായിലെ വാളുകൊണ്ട് അവരെ വെട്ടുന്നതിന് മുമ്പ് അവർ മനം തിരിയണം, അവരെ മാറണം എന്നാണ്
പറയുന്നു. അങ്ങനെയാണെങ്കിൽ ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഞാനവന് വെള്ളക്കല്ല് ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്ത ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്ന പുതിയ പേരും കൊടുക്കും. ഇസ്രായേലിന് 40 വർഷം അവരുടെ ഭൗതിക ആഹാരമായിരുന്നു മന്ന. അത് മരുഭൂമിയിൽ കൊടുത്ത് ദൈവം അവരെ പോഷിപ്പിച്ചു. അത് സ്വർഗീയ മന്ന അനുഗ്രഹിക്കപ്പെട്ടവർക്കും ദൂതന്മാർക്കും വേണ്ടി ആലയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ആലങ്കാരികമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ആണ് ഇവിടെ കാണുന്നത്. യേശുവിനെ ജീവൻ്റെ മന്നയായിട്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന കാണുന്നു. അത് തിന്നുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കും. അത് തിന്നുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. എന്നാൽ ദൈവത്തിലെ വിശ്വസ്തരായിട്ട് ജീവിക്കുന്നവരെ ദൈവം മന്ന കൊടുത്ത് പോഷിപ്പിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ലോകത്തോടും ജഡത്തോടും പിശാചിനോടും ജയിച്ചിരിക്കുന്ന ജയജീവിതം. അങ്ങനെയുള്ളവർക്കാണ് ആ ദിവസം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ കല്യാണ സദ്യയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ദിവസം. ആ ദിവസം അവർക്ക് മറഞ്ഞിരിക്കുന്ന മന്ന കിട്ടും. എന്താണ്? വലിയൊരു ദൈവം തരുന്ന വലിയൊരു അനുഗ്രഹമാണ് നമുക്കന്ന് കിട്ടുന്നത്. അതിനോട് ചേർന്ന് തന്നെ എഴുതിയിരിക്കുന്നത് ഒരു ആരും അറിയാത്ത ഒരു പുതിയ പേര് കൊടുക്കും എന്ന് പറഞ്ഞെഴുതിയിട്ടുണ്ട്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളെയൊക്കെ അറിയപ്പെടുന്ന, സ്വർഗത്തിൽ അറിയപ്പെടുന്ന നമ്മുടെ ഈ ലോകത്തിലെ പേരുകൊണ്ടല്ല. ദൈവം പുതിയൊരു പേര് തരും. ആ പേര് ആർക്കും അറിയത്തില്ല. ദൈവം പേര് മാറ്റിയതറിയാമല്ലോ. യാക്കോബിൻ്റെ പേര് ഇസ്രായേൽ എന്നാക്കി. അബ്രഹാമിൻ്റെ പേര് അബ്രഹാം, സാറായി, ഇങ്ങനെയൊക്കെയുള്ള പേരുകൾ ദൈവം മാറ്റിയ പഴയ നിയമത്തിൽ നമുക്കറിയാം. ഇവിടെ മണവാളിനും മണവാട്ടിക്കും മാത്രം അറിയാവുന്ന ഒരു പേര്. ദൈവം ഒരുവന് പേര് നൽകിയാൽ അതാർക്കും മായ്ച്ചു കളയാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളിവിടെ അറിയുന്ന കുഞ്ഞമ്മയും പത്രോസും ചാക്കോയും ജേക്കബും ഒന്നും അല്ല അവിടെ കാണുന്ന പേര്. ആ പേര് ആർക്കും അറിയത്തില്ല. അത് ആർക്കും അറിയാത്ത പേര്, കർത്താവ് മാത്രം അറിയുന്ന പേരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എഴുതിയേക്കുന്ന വിജയജീവിതം നയിച്ചാൽ മറഞ്ഞിരിക്കുന്ന മന്നായും വെള്ളക്കല്ലും ആരും അറിയാത്ത കർത്താവ് മാത്രം അറിയുന്ന പേര് ലഭിക്കും. അത് സ്വർഗത്തിലെ പദവിയാണ്. അത് വെച്ചിട്ട് ആ പേര് നമ്മൾ ഈ ലോകത്തിൽ കർത്താവിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനവുമായിട്ട് റിലേറ്റ് ചെയ്തൊരു പേരായിരിക്കും വരിക. അങ്ങനെയും ബൈബിളിലെ ഹിൻഡ് പലയിടത്തും ഉണ്ട്. അങ്ങനെ ഒരു പേര് കർത്താവ് തരും. പേരിനൊരു വലിയ മീനിങ് ഉണ്ട്. ആ പേര് ആർക്കും അറിയത്തില്ല. കർത്താവിനും ആ കിട്ടുന്നവർക്കും അല്ലാതെ ആർക്കും അറിയത്തില്ല. എങ്ങനെ എഴുതിയേക്കുന്നത്? ലഭിക്കുന്നവനല്ലാതെ ആരും അറിയത്തില്ല. ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്ന പുതിയ പേരും കിട്ടും. അവിടെ ദൈവം തരുന്ന വലിയ പ്രതിഫലം വലുതാകുന്നു എന്ന് മറന്നു പോരുന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ നിക്കലോവരുടെ ഉപദേശം, ബലയാമിൻ്റെ ഉപദേശം, ഇതെല്ലാം കളഞ്ഞിട്ട്, ദാറ്റ് മീൻസ് വേൾഡ്ലിനെസ്, അല്ലെങ്കിൽ മാമോനെ സേവിച്ചുകൊണ്ട് ദൈവിക പ്രമാണങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന അനുഭവങ്ങൾ, അല്ലെങ്കിൽ പുതിയ നമുക്ക് ലോകപരമായിട്ട് ജീവിക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് പല ഡയല്യൂഷൻസും ഫെയ്ത്തിനകത്ത് കയറ്റുക, പല ദുരുപദേശങ്ങൾ കയറ്റുക. രക്ഷയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ദിവസം ഇതിനകത്ത് പറഞ്ഞാണ്, രക്ഷ നഷ്ടപ്പെടുമോ, രക്ഷ നഷ്ടപ്പെടത്തില്ലയോ എന്നൊക്കെ പറഞ്ഞാണ്. ആ രക്ഷയുടെ പ്രോസസ്സ് കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആ രക്ഷയുടെ പൂർണ്ണത നമുക്ക് എത്തുകയുള്ളൂ. ആ രക്ഷയുടെ പൂർണ്ണത നമുക്ക് എത്തണമെങ്കിൽ നമ്മൾ ആ പ്രോസസ്സിൽ കൂടി കടന്നു പോകണം. അല്ലാതെ ആ സമയത്ത് നമ്മൾ പറയുകയാണ് ലോകം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ലോകത്തിൻ്റെ കാര്യങ്ങളൊക്കെ ശരി, അതൊക്കെ വേണം എന്നെല്ലാം പറഞ്ഞിട്ട് അതെല്ലാം വലിച്ചു കയറ്റിക്കൊണ്ട് ആ രക്ഷയൊന്നും കുഴപ്പമില്ല, ദൈവം എന്നെ അങ്ങ് വീണ്ടെടുത്താണല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ജീവിക്കുന്ന ആളുകൾ ധാരാളം ഇന്ന് കടന്നുകൂടിയിട്ടുണ്ട് ദൈവസഭയിൽ. അതുകൊണ്ട് വീണ്ടും പറയുകയാണ്, ഈ ഉപദേശം, ദുരുപദേശങ്ങൾ എല്ലാം നമ്മൾ മാറ്റണം. മാറ്റിയിട്ട് ദൈവിക പ്രമാണം അനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കണമെന്ന്, അങ്ങനെ ജീവിക്കുന്നവർക്ക് മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കുകയും പുതിയ പേര് കൊടുക്കുകയും ചെയ്യുന്ന ദൈവം. എന്തെങ്കിലും ആരെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും അവർക്കൊരു അവസരം അതിൽ പറയുന്നുണ്ട്. ആകയാൽ മാനസാന്തരപ്പെടുക, തിരിഞ്ഞു വരാനുള്ള അവസരമുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ സമയം ഇവിടെ അവസാനിച്ചുകൊണ്ട് ഞാനിവിടെ ഇത് വൈൻഡപ്പ് ചെയ്യാണ്.
ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഈ സഭകൾക്കുള്ള ദൂത്, ഇന്ന് ഏകദേശം 3 സഭകളുടെ ദൂത് പല ദിവസങ്ങളിലായിട്ട് പറഞ്ഞല്ലോ. ഈ സഭകൾക്കുള്ള ദൂത് ഇതെല്ലാം തരുന്നത് ഇപ്പോഴത്തെ സഭയ്ക്ക് വേണ്ട റിഫൈൻമെൻറ്റിന് വേണ്ടിയാണ്. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി കർത്താവിൻ്റെ മണവാട്ടിയെ കാന്തയായിട്ട് സഭയാക്കാനായിട്ടാണ്. കാന്ത, കർത്താവിൻ്റെ മണവാട്ടി എത്ര പ്രധാനപ്പെട്ട ഒന്നാണ്. മണവാട്ടി, ഒരാളിന് കല്യാണം ഉറപ്പിച്ച് വെച്ചു, മണവാട്ടിയായി കണ്ടുവച്ചിട്ട് ആ മണവാട്ടി മലിനപ്പെട്ടു പോയാൽ നിങ്ങൾ എത്ര സഹിക്കും? ഒരിക്കലും സഹിക്കത്തില്ല. നിങ്ങളുടെ മണവാട്ടി, നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന കാന്ത മലിനപ്പെട്ടു പോയാൽ നിങ്ങൾ സഹിക്കത്തില്ല എന്ന് പറയുന്ന പോലെ കർത്താവിൻ്റെ കാന്ത എപ്പോഴും വിശുദ്ധയായിരിക്കണം, സെപ്പറേറ്റഡ് ഫോർ ക്രൈസ്റ്റ്, കർത്താവിന് വേണ്ടി ഒരുക്കപ്പെട്ടതാണ്. ആ ഒരു ചിന്തയിലാണ് ജീവിക്കേണ്ടത്. ആ ഒരു ചിന്ത ഇന്നില്ലാത്തിടത്തോളം കാലം നമ്മളെ മണവാട്ടി എന്ന് പറയുവാനായിട്ട് ചിലപ്പോൾ നമുക്ക് പറ്റാതെ വരും. മലിനപ്പെട്ട് വസ്ത്രം അഴുക്ക് വരേണ്ട ഇരിക്കുന്ന സാഹചര്യത്തിൽ ഒരിക്കലും മണവാട്ടിയെ അക്സെപ്റ്റ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ അന്ന് വിവാഹം നടക്കത്തില്ല, നീ വസ്ത്രം മാറ്റിയിട്ട് വരാൻ പറയും. ഒരിക്കലും ഒരു മണവാട്ടി മുഷിഞ്ഞ വസ്ത്രവുമായിട്ട് കല്യാണത്തിന് അല്ലെങ്കിൽ വിവാഹത്തിനുള്ള സമയത്ത് ചെല്ലത്തില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ വസ്ത്രം വിശുദ്ധമായിരിക്കണം. നമ്മളതുകൊണ്ട് ദുരുദ്ദേശങ്ങളിൽ നിന്നൊക്കെ മാറി കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങളിൽ നമ്മൾ ഈ ദിവസങ്ങൾ കൂടുതൽ വ്യാപൃതരാവണം. ആ വലിയ ഫെയ്ത്തിൽ നമ്മൾ ജീവിക്കണം എന്ന് നമ്മൾ മറന്നു പോയത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും അവരുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ ജീവിക്കാനായി നമുക്കൊരു തീരുമാനം എടുക്കാം. ലോകത്തോടും ജഡത്തോടും പിശാചിനോടും നോ പറവാനായിട്ട്, പിശാചിന് ഒരിക്കലും ഒരു കൺട്രോൾ വരാതിരിക്കാനായിട്ട് നമ്മളെ സഹായിക്കണം. ഞാൻ ഈ ദിവസങ്ങളിലെ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട്, ഈ 7 സഭകളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ട് ദൈവത്തിൻ്റെ സഭ, എടുക്കപ്പെടുന്ന ദൈവത്തിൻ്റെ സഭയുടെ ക്യാരക്ടറിനെ കുറിച്ച് പറയും. അപ്പോൾ ഇതെല്ലാം കവർ ചെയ്തായിരിക്കും അതിൽ വരുന്നത്. അതുകൊണ്ട് ദൈവം ഈ ദിവസങ്ങളിൽ നമ്മളെ സഹായിക്കട്ടെ, നമ്മളെ ബലപ്പെടുത്തട്ടെ. നമുക്ക് തുടർന്ന് ഇത് വാച്ച് ചെയ്യാം, പഠിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. ദൈവം വലിയ വിടുതലുകൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് അയക്കും. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. കർത്താവേ, ഞങ്ങൾ വീണ്ടും നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഈ നാളുകളിൽ ഞങ്ങൾ വിശുദ്ധിയോട് ജീവിക്കുന്നവരായിരിക്കാനായിട്ട് സഹായിക്കണം. ലോകത്തോടും ജഡത്തോടും പിശാചിനോടും ജയിച്ചു നിൽക്കുന്ന ജീവിതം ഞങ്ങൾക്ക് നീ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിശാചിന് ഒരിക്കലും ഒരു ക്ലെയിം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാനായിട്ട് കർത്താവെ നീ അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിശാലമായിട്ടുള്ള ആ വിരുന്നിലേക്കുള്ള പ്രവേശനം നീ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് ഞങ്ങൾക്ക് പുതിയ പേര് തരുമ്പോൾ ആ വെള്ളക്കല്ലിൽ കർത്താവെ അതിന്മേൽ എഴുതിയിരിക്കുന്ന പുതിയ പേര് തരുമ്പോഴേ കർത്താവെ അത് വലിയൊരു സൗഹൃദത്തിൻ്റെ, ഒരു ബന്ധത്തിൻ്റെ അടയാളമാണല്ലോ കർത്താവെ. യുദ്ധത്തിൽ ജയിച്ചു വരുന്ന പടയാളികൾക്ക് കൊടുക്കുന്ന അടയാളമാണല്ലോ കർത്താവെ. കോടതിയിൽ കുറ്റവിമുക്തരായിരിക്കുന്നവർക്ക് കൊടുക്കുന്ന അടയാളമാണല്ലോ കർത്താവെ. ആ പ്രവേശനം, ആ വിരുന്നുശാലയിലേക്കുള്ള പ്രവേശനത്തിൽ എല്ലാവരും ജയിച്ചു വരുന്ന കർത്താവെ, എല്ലാറ്റിനെയും ജയിച്ചു വരുന്ന ജയാളിയായിട്ടുള്ള ഞങ്ങൾക്ക് നീ ഒരുക്കിയിരിക്കുന്ന വലിയ കാര്യങ്ങൾക്കായിട്ട് സ്തോത്രം. അത് പ്രാപിപ്പാനായിട്ടുള്ള കൃപ ഈ ദിവസങ്ങൾ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവരെ ഓർത്ത് ഞങ്ങളെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇൻഡസ്ട്രിനകത്ത് ക്യാൻസർ വന്നിരിക്കുന്ന ചില വ്യക്തികളെ ദൈവം കാണിച്ചു തരുന്നു ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അത് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞത് കർത്താവെ ഈ ദിവസങ്ങളിൽ കർത്താവെ അത് റീപ്ലേസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നല്ലോ. പ്രാർത്ഥിക്കുന്ന കർത്താവെ വലിയൊരു ക്രിയേറ്റീവ് മിറക്കിൾ ഈ ദിവസങ്ങളിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓപ്പറേഷൻ ഇല്ലാതെ മാറിപ്പോകത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ ആത്മാവെ നീ പ്രവർത്തിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വലിയ മിറക്കിൾ നടക്കട്ടെ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി തേടി അന്വേഷിച്ച് കർത്താവെ ഇരിക്കുമ്പോൾ അതിനുവേണ്ടി തടസ്സമായിരിക്കുന്ന ചില ശക്തികളെ കർത്താവെ ചിലരുടെ ജീവിതങ്ങളെ പ്രവർത്തിക്കുന്നു. യേശുവിൻ്റെ നാമത്തിലൊക്കെ ക്യാൻസൽ ചെയ്ത് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. ആ ഉദ്ദേശിക്കുന്ന ജോലി വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വദേശത്തോ വിദേശത്തോ എവിടെയായാലും കർത്താവെ അത് ഈ ദിവസങ്ങളിൽ വന്നു ചേരട്ടെ. നിൻ്റെ കരങ്ങളിലേക്ക് അവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നീ അനുഗ്രഹിക്കുന്നവർക്ക് സ്തോത്രം, പ്രാർത്ഥന കേട്ടവർ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് കണ്ടവരെ എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇത് വാച്ച് ചെയ്യണം. എല്ലാ ദിവസവും 9 തൊട്ട് 10 വരെയുള്ള സമയത്താണ് ഇതുള്ളത്. നിങ്ങളിത് വാച്ച് ചെയ്യുകയും ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണം. നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു പ്രവൃത്തിയാണല്ലോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിൽ കൂടി 10 പേര് കേൾക്കാൻ പറ്റിയാൽ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടും. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റ് അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും.